പ്രിയപ്പെട്ടവരെ, വിതയ്ക്ക് ഒരു കൊയ്ത്തുണ്ട്. ദൈവം നമുക്ക് നൽകിയ ആയുസ്സിൽ നാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഒരു വിതയാണ്. നമ്മുടെ വാക്കുകൾ ഒരു വിതയാണ്, നമ്മുടെ പ്രാർത്ഥന ഒരു വിതയാണ്, ഉപവാസം ഒരു വിതയാണ്, കണ്ണുനീര് വിതയാണ്. എന്തിനേറെ പറയുന്നു, നിങ്ങളുടെ ജീവിതം തന്നെ ഒരു വിതയാണ്. വിതച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊയ്ത്തുണ്ട്. നിങ്ങൾ വിതയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഉറപ്പിച്ചോ, ഒരു കൊയ്ത്ത് വരുന്നുണ്ട്. നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യാൻ പോവുകയാണ്. നിങ്ങൾ എന്താണ് ഈ നിമിഷം വരെ വിതച്ചിട്ടുള്ളത്? ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. നിങ്ങൾ എന്താണ് വിതച്ചത്? അത് നിങ്ങൾ കൊയ്യും. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ തലമുറ അത് കൊയ്യും. നിങ്ങൾ എന്താണ് വിതച്ചത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികൾ അത് വലിയൊരു നിറവായി, നന്മയായി നിങ്ങളിൽ, നിങ്ങളുടെ തലമുറയിൽ വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ചതിൻ്റെ റിസൾട്ട് പുറത്തു വരും. നീ ഉപവസിച്ചതിൻ്റെ റിസൾട്ട് പുറത്തു വരും. നീ ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ, ദൈവജനത്തെ ശുശ്രൂഷിച്ചതിൻ്റെ, ദൈവത്തെ സ്നേഹിച്ചതിൻ്റെ ഒക്കെ റിസൾട്ട് പുറത്തു വരും. ദൈവം ആർക്കും കടക്കാരനല്ല. അത് നിൻ്റെ തലമുറ അനുഭവിക്കും. മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് കരുതി വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലേ? പ്രാർത്ഥന ഒരു കരുതലാണ് കേട്ടോ. ഉപവാസം ഒരു കരുതലാണ്. നിങ്ങൾ ദൈവത്തിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ചെലവാക്കിയത് തലമുറയ്ക്ക് വേണ്ടി ഒരു ഡെപ്പോസിറ്റാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റായി പണമൊന്നും ഇട്ടിട്ടില്ലെങ്കിലും ദൈവത്തിനു വേണ്ടി നിങ്ങൾ ചെയ്തത് മുഴുവനും ഡെപ്പോസിറ്റാണ്. അത് വെളിപ്പെട്ട് വരും. നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ നീ അത് കാണും. തലമുറയെ ദൈവം മാനിക്കുന്നത്, തലമുറയെ ദൈവം ഉയർത്തുന്നത്, തലമുറ ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടും നീ കാണും. വിതയ്ക്കൊരു കൊയ്ത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, കുറച്ചും കൂടെ പുറകിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിയേ. ഞാൻ ഒന്നുകൂടി പുറകിലേക്ക് ആ കാഴ്ചയൊന്ന് കൊണ്ടുപോകട്ടെ. നോക്കൂ, നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ്, ഈ ഭൂമിയിൽ നിങ്ങൾ ഉരുവാകുന്നതിന് മുൻപ്, 2000 വർഷങ്ങൾക്ക് മുൻപ് യെരുശലേമിൽ കാൽവറിയിൽ ഒരു വിത നടന്നു. നമ്മുടെ പാപം ചുമന്നുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു നമുക്ക് പകരമായി തകർക്കപ്പെട്ടു. അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ മൗനമായിരുന്നു. അവൻ അടികൊണ്ടു, നിന്ദിക്കപ്പെട്ടു. അവൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. അവനെ കണ്ണുകെട്ടി അവർ തല്ലി. അണ്ട് പറഞ്ഞു, നിന്നെ തല്ലിയതാരെന്ന് പ്രവചിക്കാൻ പറഞ്ഞു. ആയിരങ്ങളുടെ നടുവിൽ അവൻ തലകുനിച്ചു നിന്നു. ആർക്കു വേണ്ടിയാണ്? പാപമില്ലാത്തവൻ, പാപമെന്തെന്നറിയാത്തവൻ നമുക്ക് പകരമായി, നമുക്ക് വേണ്ടി നമ്മുടെ പാപം ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിക്കുമ്പോൾ അവൻ്റെ മരണം ഒരു വിധയായിരുന്നു. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ അവൻ ക്രൂശിൽ തകർക്കപ്പെടുകയായിരുന്നു. അവൻ ഒരു കോതമ്പ് മണി പോലെ തകർക്കപ്പെട്ടപ്പോൾ ആയിരക്കണക്കിന് വിളവുകൾ ആ മണിയിൽ നിന്ന് പുറത്തു വന്നതുപോലെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിടുവിക്കപ്പെട്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വന്നത്, ആശ്വാസം വന്നത്, ബലം വന്നത്, ധൈര്യം വന്നത് അവൻ്റെ വിധയുടെ കൊയ്ത്താണ്. എത്ര പേരിന്ന് പകൽ ആമേൻ പറയും? എത്ര പേരിന്ന് പകൽ ദൈവത്തെ സ്തുതിക്കും? ഇത് ദൈവം നിങ്ങൾക്ക് നൽകിയ ഒരു പ്രഭാതമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാനുള്ള പകലാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും ആ ക്രൂശിലെ വിധയുടെ കൊയ്ത്താണ്. വിശ്വസിക്കുക, അതൊരു വിധയാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ആ കൊയ്ത്ത് നിങ്ങളിൽ ഒതുങ്ങുകയില്ല. അത് തലമുറ 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 നീണ്ടു നിൽക്കുന്ന കൊയ്ത്താണ്. നിൻ്റെ വീട്ടിൽ സമാധാനം വാഴും. നിൻ്റെ വീട്ടിൽ സൗഖ്യം വെളിപ്പെട്ട് വരും. നിൻ്റെ വീട്ടിൽ ഇരുളിൻ്റെ പ്രവൃത്തികൾ അഴിഞ്ഞു മാറും. ദുഷ്ടൻ്റെ ആശകൾ നശിച്ചു പോകും. നീതി എന്ന ഫലം വെളിപ്പെട്ട് വരും. സമാധാനം വെളിപ്പെട്ട് വരും. സന്തോഷം വെളിപ്പെട്ട് വരും. ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത സമൃദ്ധി, പ്രത്യാശയുടെ സമൃദ്ധി വെളിപ്പെട്ട് വരും. യേശു കർത്താവ് ക്രൂശിൽ വിതച്ചതിൻ്റെ കൊയ്ത്തിലേക്ക് നീ പ്രവേശിക്കുകയാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.